ഇപ്പോ മമ്മൂക്കന്റെ കൂടെ അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും കാണുന്നത് ഭയങ്കരമായിട്ട് മമ്മൂക്കനെ മിസ് ചെയ്യുന്നുണ്ട് അതെ എല്ലാ അതെ ആളുകളും. അതെ. അപ്പോ ആ ഒരു ഓർമ്മകൾ എങ്ങനെയായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ്? മമ്മൂക്കാനെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെയുള്ള ഒരു തന്നെ അത് എന്താ പറയാ. പക്ഷെ മമ്മൂക്ക ആഹ്, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരാളായിരുന്നില്ല. എന്തായിരുന്നു പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള, ഉം. റിസർവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ കുറച്ച് മാറിയിരിക്കുന്ന, നമ്മൾ ഉം. ഒരു പേടിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒട്ടും അങ്ങനത്തെ വ്യക്തിയല്ല. കൂൾ. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമായിരുന്നു. ഉം. നേരെ ഓപ്പോസിറ്റ്. കൂളെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂൾ. അത് വെരി ജോളി പേഴ്സൺ, വെരി ഉം. തമാശകൾ പറയുന്ന, ഉം. ചിരിക്കുന്ന, ഉം. ആൾക്കാരെ കെയർ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഉം. അങ്ങനത്തെ ഒരാൾ. പിന്നെ എല്ലാത്തിനെ കുറിച്ചും സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള ഉം. അറിവ്, അപ്ഡേഷൻ. ഉം. പിന്നെ ഓഫ് കോഴ്സ് സിനിമ യൂണിവേഴ്സിറ്റി, ഒരു ഉം. സിനിമയുടെ ഒരു യൂണിവേഴ്സിറ്റി. അത് ആക്ടേഴ്സിനെ കുറിച്ചാണെങ്കിലും ഡയറക്ടേഴ്സിനെ കുറിച്ചാണെങ്കിലും ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള അറിവ്, ഉം. അത് അധികം പേരിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഐ തിങ്ക് മമ്മൂക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അത് വേണമെങ്കിൽ കാണേണ്ടി വരും. ഉം. ഇറ്റ്സ് എ ലൈബ്രറി എന്ന് പറയാം, ഒരു ഡാറ്റാ ബാങ്ക് എന്ന് പറയാം, ഉം. എന്ത് വേണമെങ്കിൽ പറയാം. ഉം. അവിടെ എല്ലാം ഉണ്ട്. അതായിരുന്നു അനുഭവം. അത് ഷെയർ ചെയ്തു. 10-40 ദിവസം ഉം. ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അറിവുകൾ നമുക്ക് ഷെയർ ചെയ്തു. ഉം. ഒരുമിച്ച് അഭിനയിച്ചു, ചീട്ട് കളിച്ചു, അങ്ങനെ പലതും ചെയ്തു. ഉം. അതെ. ഈ ധീരനില് നമ്മള് റിലേഷൻഷിപ്സിനെ ഒരുപാട് സിനിമകളില് വേറെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ധീരനിൽ ഇപ്പൊ അതുപോലെയാണ് റിലേഷൻഷിപ്പിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഉം. രണ്ടുപേർക്ക് ലെസ്റ്റ് ആവാം, പക്ഷെ അത് ഉം. കല്യാണം കഴിക്കണം എന്നില്ല. ഉം. ഉം. ലെസ്റ്റ് മാത്രമാണ്, അത് വേറെ ഇത് വേറെ ഉം. എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് പലരും അതിനെ പല ആംഗിളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഉം. ചില ആളുകൾ പറയുന്നു എന്തിനാണ് ഈ അവിഹിതം പോലുള്ള സംഭവത്തിനെ വളരെ ഗ്ലോറിഫൈ ഗ്ലോറിഫൈ ചെയ്യണം. ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഉം. ചില ആളുകൾ പറഞ്ഞു ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഉം. കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റി, അല്ലെ ചില ആളുകളുടെ പെർസ്പെക്റ്റീവ് എങ്കിലും തുറന്ന് കാണിക്കാൻ പറ്റി. ഉം. ആ ഒരു റിലേഷൻഷിപ്പ് ആംഗിളിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഇപ്പൊ ധീരന്റെ പോർട്രേ ചെയ്ത പോലത്തെ ഒരു ഉം. റിലേഷൻഷിപ്പ് ആംഗിളിന്. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് സമൂഹത്തിൽ. ഉം. അത് തന്നെയാണ് ആ സിനിമയിൽ അവർ കാണിച്ചത്. അപ്പോൾ ഉം. അതുകൊണ്ട് തന്നെ അത് ഒരു തെറ്റായ ഒരു ഇതല്ലല്ലോ. ഉം. ഉം. ഇറ്റ്സ് നോട്ട് എ റോങ് മെസ്സേജ്. ഉം. ബിക്കോസ് അതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഉം. ഈ മമ്മൂക്കാൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിലല്ലേ പാട്ട്, ബാഗി ജീൻസും കോട്ടും കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ദ്രപ്രസ്ഥമാണോ സൈന്യമാണ്? സിനിമ ഓർമ്മ സൈന്യം. സൈന്യം. ഇപ്പം സൈന്യത്തിലെ മറ്റേ ആ പാട്ടില്ല, അതിലെ വരികളില്ലേ, ഉം. കൂടെ ഇറങ്ങാൻ മാരേജ് ആക്റ്റും എന്തോ വേണ്ടെന്ന് പറയുന്ന ഇതാണ്ടല്ലോ. അപ്പോൾ അത് അത്ര ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്ത. അപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ ചിന്ത അല്ല എന്നുള്ളത് അത് മനസ്സിലാക്കണം. ഉം. അപ്പോൾ സമൂഹം അങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വന്നതുപോലെ ഉം. ഇതിനെ കാണണമെന്നില്ല. എനിക്ക് എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉം. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള കഥകൾ, ആൾക്കാരെ കുറിച്ചുള്ള വിവരണങ്ങൾ കേൾക്കുന്നതാണ്. ഉം. സൊസൈറ്റിയുടേതായിട്ടുള്ള ചട്ടക്കൂടുകളൊന്നും ഒതുങ്ങാതെ സ്വതന്ത്രമായ ചിന്താഗതി, കുറച്ചും ഉം. കൂടെ പുരോഗമനപരമായ ചിന്തയൊക്കെയുള്ള ആൾക്കാർ, ഉം. അവരുടെ കഥകളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. ഉം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ്റെ നമ്മൾ കഥ വായിക്കുമ്പോൾ അവൻ പറയുമ്പോഴൊന്നും കേരള ജനത ഇങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചത് അതൊക്കെ വളരെ നോർമലാണ് ഉം. എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഉം. പക്ഷെ ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് ഇപ്പോഴും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന മാറിയിട്ടില്ല. ആൾക്കാരുണ്ടാവും. അത് അവരുടെ തെറ്റല്ല. ഉം. ഇത് സമൂഹത്തിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു ഉം. ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിനകത്ത് തന്നെ സിനിമയിൽ ജഗദീഷ് ചേട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ട് ധീരനിൽ തന്നെ, ഉം. വിപ്ലവം സ്വിച്ചിട്ടാ ഉണ്ടാവുന്നതല്ലല്ലോ എന്ന്. ഉം. അപ്പോൾ മാറ്റങ്ങൾ വരാൻ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. സമയമെടുക്കും. അതെ. എത്രത്തോളം പ്രോഗ്രസീവ് ആണ് താങ്കൾ? അത് നമുക്ക് എന്താ പറയുക, അങ്ങനെ പൊടി പിടിച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ. ഉം. അത് മാനുഷികമായിട്ട് നമുക്ക് പരമാവധി നമ്മുടെ വായനയും അറിവും വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റും. ഉം. പക്ഷെ പല ഘട്ടങ്ങളിലും നമ്മൾ വളരെ സാധാരണക്കാരനുമായി പോകും. ഉം. മണ്ടേനായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഉം. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം പുരോഗമനാശയങ്ങൾ ഉം. കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉം. അതെ. ഞാൻ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമൊക്കെ താല്പര്യം ഉണ്ടെന്ന്. ആ. ഇപ്പൊ ഏത് പാർട്ടിയിലായിരിക്കും മത്സരിക്കാനൊക്കെ താല്പര്യം? മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞില്ലല്ല, പൊതുപ്രവർത്തനം താല്പര്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഏത് പാർട്ടിയിലൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുക? ഇപ്പൊ ഏത് പാർട്ടിയിൽ വേണമെങ്കിൽ ചേരാലോ. നല്ല പാർട്ടി നോക്കി ചേരും. ഇപ്പൊ ആസാദി ഉം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ്. കുറെ സമയം കാത്തിരുന്നു, പക്ഷേങ്കിൽ ഉം. നമുക്ക് റിലീസായി. അപ്പൊ അതില് ഒരു സീനുണ്ട്,
ഒരു ബില്ലൊക്കെ എടുത്ത് പോക്കറ്റിലേക്ക് ഉം, ഉം, മടക്കി ഉം, വെക്കുന്ന ഉം. ഒരു സീൻ എത്രയായി എന്നൊക്കെ അതെ, ചോദിച്ച് ദാരിദ്ര്യം വളരെ അറിയുന്ന കേസാണ്. ഉം. അറിയുന്ന കേസാണ്. അത് ഒരുപാട് ആണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതെ, റിലേറ്റ് അതെ. ചെയ്യാൻ പറ്റുന്ന ഒരു ഒരുപാട് സംഭവമായിരുന്നു. ഉറപ്പായിട്ടും. അത് ചിലപ്പോ ഭാര്യയുടെ കേസുകളിലാവാം, സഹോദരിമാരുടെ കേസുകളിലാവാം, സുഹൃത്തുക്കളുടെ കേസിലാവാം, അതെ. അങ്ങനെ നിസ്സഹാരായ ഒരുപാട് മനുഷ്യരും ഉണ്ട്. അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ റോൾസ് ആണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉം, സംഭവമാണ്. അതെ. അത് എങ്ങനെയാണ് ഇപ്പോ ലൈഫില് അത്തരത്തിലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഉം. നമ്മളത് അതുകൊണ്ട് അത് അഭിനയിച്ച് ഒന്നും ചെയ്യണ്ട. അത് കറക്റ്റായിട്ട് നമുക്ക് ഉം. അത് മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും നമുക്ക് അറിയാം കുറച്ചെങ്കിലും അതിനെക്കുറിച്ച്, ആ സിറ്റുവേഷനെ ഉം. കുറിച്ചിട്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ചെയ്യുക? ഉം. ഇപ്പോൾ ബില്ലടക്കാൻ പോയി, അവർ നമ്മുടെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, അവരതിനേക്കാളും കൂടുതൽ പൈസ തരണം. ഉം. അപ്പോൾ അടുത്ത് വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഉം. അപ്പോൾ പറഞ്ഞു വെച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെയും കിട്ടുന്നുള്ള പ്രതീക്ഷയിലല്ല. പക്ഷെ എന്നാലും അവിടെ ഒരു എക്സ്ക്യൂസ് പറയണമല്ലോ. ഉം. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കണം, ഈ 10 മിനിറ്റിൽ എവിടെ നിന്ന് കൊണ്ടുവരും കാശ്. ഉം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല, എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. ഉം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളുടെ അടുത്ത് കടം മേടിച്ച് അയാളത് തിരിച്ചു ചോദിക്കുന്നു, അടുത്ത തിങ്കളാഴ്ച എന്തായാലും തരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ തരുമെന്ന് ആ പറയണ സമയത്ത് ആലോചിച്ചിട്ടില്ല. തിങ്കളാഴ്ച ആവാറാകുമ്പോഴേക്കും അതിൻ്റെ ടെൻഷൻ കൂടി കൂടി വരും. ഇപ്പോൾ ഞായറാഴ്ച രാത്രിയൊക്കെയാണ് പറയുകയും ചെയ്തത്. പക്ഷേ എവിടെന്നെങ്കിലായിട്ട് നിങ്ങൾ ഒപ്പിച്ചിട്ട് ആ വാക്ക് പാലിക്കാനുള്ള ശ്രമം നടത്തും. ഉം. അപ്പോൾ ഇതൊക്കെയാണല്ലോ സിറ്റുവേഷൻ. ഉം. അത്തരത്തിലുള്ള ദാരിദ്ര്യം ഒരുപാട് ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. ട്രെയിൻ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഉം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദാരിദ്ര്യം ബാക്ക് ഡ്രോപ്പിലുണ്ട്, ഇല്ലാത്ത സാധനമല്ല. ഉം. അതുകൊണ്ട് അഭിനയിക്കാൻ ബുദ്ധിമുട്ടില്ല. അത് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനയമായിരുന്നു. എന്നുവെച്ചാൽ ആ ബില്ലൊക്കെ എടുത്ത് പോക്കറ്റിൽ മടക്കി വെച്ച് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ അങ്ങനത്തെ ഒരു അങ്ങനെയൊക്കെ അവർ സംഭവം. പറഞ്ഞായിരുന്നു. ജോ, ഉം. അതിൻ്റെ ഡയറക്ടർ ജോ, ഉം. അതിൻ്റെ റൈറ്റർ സാഗറൊക്കെ അതിനെ കുറിച്ചിട്ട്, ആ സിറ്റുവേഷനെ കുറിച്ച്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്, ഉം. സാഗറിൻ്റെ ജീവിതത്തിലേക്ക് സംഭവിച്ച ഓ. സംഭവമാണെന്നാണ് പറഞ്ഞത്. ഉം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതായത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ബില്ലടക്കാൻ കാശ്, ആ അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ ഉം. എന്നാലും പൊതുവെ പൈസ ഇല്ലായ്മ എന്നുള്ളൊരു സംഭവമുണ്ട്. ആ സിനിമ ത്രൂ ഔട്ട് അതാണല്ലോ. നമ്മൾ ആ സതി കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളതിന്, നമ്മുടെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഉം. പൈസ മാത്രമാണ്. പിന്നെ അവസാനത്തേക്കാണ് നമ്മൾ ഇവരുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ഉം. നമ്മളൊരു സഹായം എന്നുള്ള രീതിയിലൊക്കെ അതിനെ കാണുന്നത്. ഉം. പക്ഷെ ആദ്യ ഘട്ടത്തിൽ സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. ഉം. അതുകൊണ്ടാണ് ആ ഒരു മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡ് ഉം. കഥയുടെ പശ്ചാത്തലമാവുന്നത്. ഉം. കാരണം അവിടെ ആരും അങ്ങനെ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരായിരിക്കില്ല. അതെ. സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും നഴ്സിംഗ് ഹോംസിലോട്ടും പോകും. ഉം. ഇത് സാമ്പത്തികമായി ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുന്ന വിഭാഗം ആൾക്കാരാണ് ആ വാർഡിൽ ഉണ്ടാവുക. ഉം. അതുകൊണ്ടാണ് അവർ ആ വാർഡിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്, ആ വാർഡ് തിരഞ്ഞെടുക്കുന്നത് ഉം. ആ സിനിമയുടെ കഥയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെയാണ്, അതിൻ്റെ ഷെയ്ഡ് അങ്ങനെയാണെന്ന് നമുക്ക് പോകുമ്പോഴേ അറിയാം. ഉം. ദാരിദ്ര്യമാണ് അതിൻ്റെ ഷെയ്ഡ് എന്ന് അറിയാം. അതെ. ഈ ഒരുപാട് ഫീൽ ഗുഡ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ഫീൽ ഗുഡ് നോക്കി സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നത്? സ്ക്രിപ്റ്റ് ഒന്നും തിരഞ്ഞെടുക്കുന്നതല്ല, എങ്ങനെയാണ് ഒരു വരുന്നു സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയാ അപ്പൊ ചെയ്യാറ്? അവര് സെലക്ഷൻ അല്ല, സുഹൃത്തുക്കളുടെ ഒരു വരുന്ന കണക്ഷൻ കൊണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളല്ല, നമ്മൾ ഉം. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സാണ് മിക്കവാറും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉം. ഡയറക്ടേഴ്സ് വിളിക്കും, ഉം. റൈറ്റേഴ്സ് വിളിക്കും. അവർ എനിക്ക് വരുന്ന സിനിമകളൊക്കെ ഉം. ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. ഉം. അല്ലാണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇല്ല ഇതുവരെ ഇല്ല. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഉം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉം. ഉണ്ടായിട്ടില്ല, റിജക്റ്റ് ചെയ്തിട്ടില്ല. ഉം. എല്ലാ എല്ലാം സിനിമകളും ഓക്കെയാണ്. എല്ലാം ചെയ്യും. ഓക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സിനിമ തൊഴിലാണ്. ഉം. അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യണം. ഉം. പിന്നെ ഭയങ്കര ഒരു ഡയറക്ടർ അത്രയും കാലം, റൈറ്ററും അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കത് വർക്കല്ല എന്ന് പറയാനുള്ള ഭയങ്കരമായിട്ടുള്ള മടിയിരിക്കുന്നുണ്ട്. അപ്പം ഉം. അതുകൊണ്ട് വർക്കല്ല എന്നല്ല ഞാൻ പറയും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പരിപാടി രസമായിരിക്കും. പിന്നെ എന്തായാലും നമ്മളൊക്കെ വരികയല്ലേ, അപ്പം ഞാൻ വരികയാണെങ്കിൽ ഉം. നമുക്ക് നമ്മുടെ പോർഷൻസ് ഒക്കെ വർക്ക് ചെയ്തെടുക്കാം. ഉം. ആ ഒരു കോൺഫിഡൻസിൽ പോവാറാ. ഉം. അതല്ലാതെ അങ്ങനെ സെലക്ഷൻ റിജക്ഷൻ ഇതുവരെ ഇല്ല. ഉണ്ടായിട്ടില്ല.